സങ്കീർത്തനങ്ങൾ 54:2. ദൈവമേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ, എന്റെ വായിലെ വാക്കുകളെ ശ്രദ്ധിക്കണമേ. പാപങ്ങൾക്കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചനകൾക്ക് മറുപടി നൽകുന്നവൻ, പെറ്റമ്മ മറന്നാലും ഞാൻ മറക്കില്ല എന്ന് പറഞ്ഞവൻ, നമുക്ക് മുൻപായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, നമുക്ക് വേണ്ടി പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നവൻ, ഹൃദയത്തെ ശോധന ചെയ്യുന്നവൻ. നമ്മുടെ വാക്കുകൾ, പ്രാർത്ഥനകൾ ദൈവത്തിന് പ്രസാദമായി തീരട്ടെ. വാക്കുകളൊക്കെയും ഉപ്പിന രുചി വരുത്തുന്നതും കൃപയോടുകൂടിയതുമായി തീരണം. സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകൾ പോലെ ആയിത്തീരട്ടെ. കപടമില്ലാത്ത അതിരിൽ നിന്നുള്ള പ്രാർത്ഥന നമ്മൾ ഉയർന്നു വരണം. കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. ഇന്ന് ഏതെങ്കിലും സാഹചര്യത്തിൽ ഭാരത്തിലായിരിക്കുന്നുവോ? എല്ലാം അവസാനിച്ചു, മുന്നോട്ട് പ്രതീക്ഷിക്കാൻ ഒരു വഴിയും കാണുന്നില്ല, ആരുമില്ല ആശ്രയിപ്പാൻ. എന്റെ സങ്കടം കേൾക്കുവാൻ ഭാരപ്പെടരുത്. നമുക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്. എല്ലാ ഭാരവും പ്രാർത്ഥനയിലൂടെ സമർപ്പിക്കാം. നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുന്നവൻ, അവന്റെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ ഒന്നുമില്ല. നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവത്തിന് പ്രസാദമുള്ള വാക്കുകൾ, പ്രത്യാശ നിറഞ്ഞ വാക്കുകൾ നിറഞ്ഞതായിരിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥന കേട്ട് നമുക്ക് വേണ്ടി അവൻ ഇറങ്ങി വന്നിട്ടില്ലേ? നാം മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുവാൻ, സമാധാനമായി തീരുവാൻ നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മളെ ബലപ്പെടുത്തും. ഏവരിലും ദൈവത്തിന്റെ സമാധാനം നിറയുമാറാകട്ടെ. ആമേൻ.